ശബരിമല കേസിൽ തന്ത്രി കുടുമോ? കാരണം പല തെളിവുകളും മൊഴികളും തന്ത്രിക്കെതിരെയും വരുന്നുണ്ട്. തന്ത്രി കുരുങ്ങേണ്ട ആളാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നിടത്തൊക്കെ പുറകെ പോകേണ്ട ആളാണ് തന്ത്രി. ഈ തന്ത്രി എന്ന് പറഞ്ഞ് അവിടെ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതിൽ അവിടെ പ്രതിഷ്ഠിച്ചതിൽ അദ്ദേഹത്തിന് 7 വർഷത്തെ സർവീസ് ആക്കി കഴിഞ്ഞാൽ മേൽശാന്തിയാക്കാൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുള്ള ഈ തന്ത്രിമാർ തന്നെയാണ്. തന്ത്രിയായാലും മന്ത്രിയായാലും അവിടെ പങ്കുണ്ട്. ഇവിടെ നിന്ന് പോകുന്ന മന്ത്രി എന്താണ് ചെയ്യുന്നത്? അവിടെ കൈയും കെട്ടി നിൽക്കും. ശബരിമല പോകുന്നവർ കൈകൂപ്പണം, അല്ലാതെ അവിടെ എന്തിനു പോകുന്നത്? ശബരിമലയിൽ ഒരുപാട് പേര് ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഈ ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ പിടിച്ച പത്മകുമാറും ഇനി പിടിക്കേണ്ട പ്രശാന്തും നമ്മളെ കടകംപള്ളിയും ഒക്കെ ഇത് എല്ലാം കൂട്ടുകച്ചവടം തന്നെ. ചെറുടി എടുത്തൊന്നും അല്ലല്ലോ, ഇത് അവിടെ നിന്ന് കൊണ്ടുപോയി പോലീസ് തനിക്കൊന്നും അറിയില്ലെന്നാണ്. അല്ല, അത് തന്ത്രിക്ക് അതേ പറയാ, ഒന്നും അറിഞ്ഞുകൂടാതെ ബാംഗ്ലൂർ പോകില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൂജയ്ക്ക് വിളിച്ചാൽ തന്ത്രി വരുമോ? നല്ല പ്രതിഫലം കിട്ടണമുണ്ട് തന്നെയാണ് വന്നത്. ആദ്യം ഒരു തന്ത്രി ഉണ്ടായിരുന്ന കേസുകളിലൊക്കെ പെട്ടല്ലോ. അദ്ദേഹത്തിന് അന്ന് ജസ്റ്റിസ് പരിപൂർണസ്വാമി വന്ന് ഈ മന്ത്രകാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ശബരിമലയുടെ തന്ത്രി എന്ന് പറഞ്ഞ് ആളുകളെ കാണിച്ച് പറ്റിക്കാൻ അതൊരു വിഗ്രഹത്തിനുപരി ഉയരായി നിൽക്കുകയാണ്. ഇപ്പോഴവസാനം പറയണത് എന്താണ്? ഈശ്വരതുല്യൻ എന്ന്. ഇപ്പോൾ ഈശ്വരതുല്യൻ ആര്? കേരള ഈ പത്മകുമാറിൻ്റെയൊക്കെ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ മുഖ്യമന്ത്രിയാണ്. ഈശ്വരന് തുല്യമായ ആളുകളെ അടുത്തൊന്നും എത്തണില്ലല്ലോ. അല്ലാതെ ഇനിയിപ്പോൾ വളച്ചു കെട്ടി ചെറിയ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഈ അറസ്റ്റുകൾ. അല്ലെങ്കിൽ ഇത്തിരിയും സാധനം എടുത്തുകൊണ്ടോ. പണ്ട് കാലത്ത് പറയുമായിരുന്നു ഈ കതവ് കുത്തി തുറന്നു മോഷണം നടന്നു എന്ന് സ്ഥിരം കാണും. ഇപ്പം കതവും കട്ടിളയും കുത്തി തുറന്നെടുത്തോണ്ട് പോയില്ലേ. പിന്നെ ഈ വാഹനം തന്ത്രിയുടെ വീട്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ തന്ത്രി ഇപ്പോൾ അല്ലേ പറയണത് വാഹനം. പക്ഷേ തന്ത്രിയുടെ വീട്ടിൽ വയ്ക്കാനല്ലോ, അവിടെ സ്റ്റോർ റൂമില്ലേ. അപ്പോൾ ഇത് അറിഞ്ഞോണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ സാധനം ഇത് പോയിട്ട് ഭക്തർ വയ്ക്കണ കാണിക്കയില്ലേ. ചെറിയ പൊട്ട് മുതൽ സ്വർണത്തിലുള്ള ഒരുപാട് കാര്യമുണ്ട്. ഈ പതിച്ചു വച്ചിരിക്കുന്നതിൽ ഇത്തിരിയും ചുരണ്ടിയെടുത്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവർ ഈ ബൾക്കായിട്ട് ഭക്തർ കൊണ്ടിടുന്ന മാലയും കൊലുസും കാര്യങ്ങളും എല്ലാം അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കൊണ്ടിടുന്ന സാധനങ്ങളിൽ പകുതി അവർ കൊണ്ടുപോയിരിക്കില്ലേ. അപ്പോൾ അത് കൊണ്ടുപോയത് ഈ നിരീശ്വരവാദികളായിട്ടുള്ളവർ, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർ ദേവസ്വം ബോർഡിൽ വരരുത്. ഇപ്പോൾ വാസുവൻ അവിടെ ചെന്നിട്ട് നാളെ നിൽക്കുന്ന രൂപം കണ്ടില്ലേ. വാസുവൻ അവിടെ എത്ര കച്ചവടം ഉണ്ടെന്ന് നോക്കാനല്ലേ പോയത്. ഭഗവാനെ വണങ്ങാത്ത ആൾ പോകരുത്. ഇപ്പോൾ ഇതാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ അയ്യപ്പ ഭക്തരെല്ലാം ഈ തന്ത്രിക്ക് ഒരു പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ലേ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ? അത് അറസ്റ്റ് ചെയ്തില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. അവിടെ ഈ ഒരു ഭാഗം ആളുകളാണ് ക്ഷേത്രത്തിൻ്റെ ഭക്തരെന്ന് തോന്നിയാൽ ഈ തന്ത്രി വിഭാഗം ആളുകൾക്കൊക്കെ ഈ ക്ഷേത്രത്തിലൊരു വിശ്വാസവും ഇല്ല. അല്ലെങ്കിൽ ഒരു മന്ത്രം അറിഞ്ഞൂടാ. പരിപൂർണസ്വാമി വന്നപ്പോൾ മന്ത്രം അറിഞ്ഞൂടാതെ ഒരു ജോലി ചെയ്യുമോ? മല അരയറെ അവിടെ തൊടിപ്പിക്കണില്ല. സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മല അരയന്മാർ. മല അരയന്മാർക്ക് അവിടെ ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ആ ശബരിമല കൈയടക്കി വെച്ചിരിക്കുന്നത് ദോഷം തന്നെയാണ്. അത് പ്രതികരിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മലയാരന്മാരെല്ലാം അവിടെ രംഗത്ത് വരണം. സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, മലയാള ബ്രാഹ്മണരല്ലാത്തവർക്ക് അവിടെ പൂജയ്ക്ക് അവകാശം കൊടുക്കണം. പക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോഴും ഇറക്കുന്ന സർക്കുലർ എന്താണ്? വേക്കൻസി ഉണ്ട് ഇത്ര പേർക്ക്, അത് മലയാള ബ്രാഹ്മണർക്ക് അപേക്ഷിക്കാമെന്നാണ്. സുപ്രീം കോടതി പറയുന്നത് എന്തിനാണ്? എല്ലാവർക്കും അവിടെ പൂജ ചെയ്യാമെന്നാണ്. പക്ഷേ നവോത്ഥാനം പറയണ നമ്മളെ ഈ സർക്കാർ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞവർ അതിനു മുമ്പിലുള്ള ഈ ഉത്തരവ് നടപ്പാക്കാത്തത്. ഇതെല്ലാം കാപട്യമാണ്. അതിൽ ഈ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഈ കാപട്യം പിടിച്ച കൊള്ള സംഘങ്ങൾ വരരുത്. അവരെയൊന്നും ദേവസ്വം ബോർഡ് ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചാൽ ഇനി അവിടെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തന്ത്രിക്ക് വേണ്ടിയാണോ ശബരിമലയിൽ? അല്ല, തന്ത്രി ഒരു വലിയ ഗൂഢാലോചനയുള്ള ആളാണ്. കാര്യം ഈ ബാംഗ്ലൂർ അങ്ങ് ഇങ്ങുള്ള വലിയ ഭക്തന്മാർ ഈ പൈസ മുടക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു കളിച്ചല്ലല്ലോ മുടക്കുന്നത്. തന്ത്രി ഈശ്വരൻ്റെ തുല്യമായിട്ട് നിന്ന് ഓരോരുത്തരും ഞാനും കൂടി ഉണ്ട്, ഞാൻ വന്ന് പൂജ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൂടി പറ്റപ്പിന് കൂട്ടുന്ന ആളല്ലേ. തന്ത്രിയൊക്കെ ഈ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആഗ്രഹമാണ്. തന്ത്രി എന്ന് പറയുന്നത് ദൈവതുല്യരായി ഭക്തർ കാണുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സർക്കാരിന് ബുദ്ധിമുട്ടാകുമോ? അത് ഇയാൾ പറഞ്ഞ ദൈവതുല്യം, ഈ പത്മകുമാർ പറഞ്ഞ ദൈവം ഈ തന്ത്രിയൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരാളെ ദൈവതുല്യനായിട്ടുള്ളൂ, അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ. അയാൾക്ക് വേറെ ആരും ദൈവതുല്യനൊന്നും ആവില്ല. ഇനി ഇത് കറക്റ്റ് തെളിയണമെങ്കിൽ ഇത് കേന്ദ്ര അന്വേഷണം വരണം. കേന്ദ്ര അന്വേഷണം വന്നാൽ ശരിക്കും പറഞ്ഞാൽ പ്രശാന്ത്, കടകംപള്ളി ഇങ്ങനെ ഒരു റാക്കറ്റുണ്ട്.
ഈ പൂജ പിടിച്ചു കൊടുക്കുന്നവൻ ബാംഗ്ലൂർ, വലിയ ഈ ഇതിൻ്റെ പിരിവ് കാര്യങ്ങൾ. ഇനി അവിടെ ഇപ്പം എന്തൊക്കെ ഉണ്ട് മിച്ചം അതറിയണ്ടേ? ഒരു സ്റ്റോക്ക് റേഷ്യോ വേണ്ടേ? 30 വർഷമായി അവിടെ ആഡിറ്റൊന്നും നടന്നിട്ടില്ല. അപ്പം എന്ത് എല്ലാ അന്വേഷണം ഈ ആളെയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ മാത്രം അന്വേഷണം നടക്കണ്, കാണാതാവണത് മാത്രം ചില ചാനലുകളും അതൊക്കെ രംഗത്ത് കൊണ്ടുവരും, അതിൻ്റെ അന്വേഷണം നടക്കണ്. എത്രയും പെട്ടെന്ന് അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെപ്രാളം കാണിക്കുന്നു. ശബരിമല ഒരു ഡേറ്റ് കൊടുത്തിരിക്കുന്നു ഹൈക്കോടതി, അതിനിടയ്ക്ക് തീക്കാനുള്ള. എങ്ങനെ തീർക്കും? തീക്കണമെങ്കിൽ ഈ തന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്ത്, ഈ തന്ത്രിമാരുടെ കുറേ ഭക്തന്മാരുണ്ടല്ലോ. ഇപ്പം ഭഗവാന് ഏറ്റവും അടുത്തുള്ള അച്ഛൻ്റെ സ്ഥാനമുള്ള ആളാണ് തന്ത്രി. പക്ഷേ അക്ഷരം അറിഞ്ഞുകൂടാ, മന്ത്രം അറിഞ്ഞുകൂടാത്ത തന്ത്രിമാരെ അവിടെ നിന്ന് പോയിച്ചാൽ ദൈവത്തിന് പോലും കേടല്ലേ? ഈ അവിടുത്തെ ഈ ദുർശകനങ്ങൾക്കൊക്കെ കാര്യം ഈ തന്ത്രിമാരാണ്. പിന്നെ ഈ മലയരയരുടെ ശാപവും, പാവപ്പെട്ടവരുടെ ശാപം, അവൻ്റെ അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ പിടിച്ചു പറിച്ച് ഞങ്ങൾക്കേ അറിയാവൂ വേദമന്ത്രം എന്നുള്ളൊരു തോന്നൽ, അത് ജയിലിൽ കിടക്കേണ്ടല്ല. അത് തീർച്ചയായിട്ടും ജയിലിൽ. ശബരിമല ഇപ്പോൾ എല്ലാവരും ഒരു പണം കൊയ്യാനുള്ള ഒരു ഉറവയായി മാത്രം കാണുകയാണ്. അതെ, ഉറവയാണല്ലോ. അങ്ങനെ അവിടെ കൊണ്ട് നേട്ടമുള്ളതുകൊണ്ടല്ലേ ഇപ്പം അയ്യപ്പ സംഗമം നടത്തിയത്. അവിടെ അവിടെ ആൾ വന്നത് കുറവായതുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയത്. ആളുകളിൽ നിന്ന് പൈസ പിരിക്കുക, അത് ദേവസ്വം ബോർഡ് 3 കോടി രൂപ കൊടുത്തിരിക്കുകയല്ലേ. 8.5 കോടി രൂപ ചിലവാക്കിയെങ്കിലും എല്ലാം സർക്കാർ ഫണ്ട്. ഹൈക്കോടതി പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ബാക്കി അവിടെ എന്തുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം അവിടെ സ്വർണമായിട്ടൊക്കെ ഇഷ്ടം പോലെ ഇത് വരണുണ്ട്. അതൊക്കെ എണ്ണുന്നതും എല്ലാം ഇവരെ കച്ചവടമാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം പരമാധികാരി തന്ത്രിയാണ്. ഇത് ജോത്സ്യനും തന്ത്രിയും ഒക്കെ കൂടി ചേർന്ന് പറയണതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം പറ്റിപ്പാണ്. ആ പറ്റിപ്പിൻ്റെ ഒരു കേന്ദ്രമായിട്ട് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ? ചേട്ടാ, ഈ അന്വേഷണം കേന്ദ്രം ഏറ്റെടുത്താലേ നേരെ പോകും. കാര്യം ഈ കേരള പോലീസ് അതിനൊരു ഹൈക്കോടതി ഒരു മാർഗരേഖ കൊടുത്തിട്ട് ഇത്ര ദിവസത്തിനകത്ത് അന്വേഷണം പൂർത്തിയായിരിക്കണം. ആരെങ്കിലും പിടിക്കണ്ടേ? ആ കിട്ടുന്നവരെ പിടിക്കുന്നു. ഇത്ര അടുത്ത മാസം ഏതൊരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനിടയ്ക്ക് അന്വേഷണം പൂർത്തിയാക്കണ്ടേ? അപ്പോൾ അതുവരെ എത്തും. പക്ഷേ ഇനിയിപ്പം ഈ കേരള പോലീസിൻ്റെ നിർദ്ദേശം വരില്ല, ഇലക്ഷനാണ്, ഈ മുൻ മന്ത്രിമാരെന്ന് ഇപ്പം തൊടണ്ട എന്ന് വരുമല്ലോ. അതായിരിക്കുമോ തന്ത്രിയും ജയറാമെല്ലാം കടന്നു വരുന്നത്? ജയറാമൊക്കെ അതിൽ സാക്ഷി പോലെ ആയി വന്നതാണ്. ജയറാം ഈ ഉണ്ണികൃഷ്ണൻ പറ്റി പറഞ്ഞാൽ കേൾക്കുമോ? ജയറാമിന് ആയിരുന്നാലും തന്ത്രി പറഞ്ഞിരിക്കണം. തന്ത്രിയാണ് ഇതിൻ്റെ ഈ ഒരു വലിയ ഗൂഢസംഘത്തിൻ്റെ ആണിക്കല്ല്. അദ്ദേഹമാണ് ഇതിനെല്ലാം വലിയ ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കിട്ടിയത് അങ്ങനെയാണ്. ഈ വണ്ട് വല ഇറക്കുകയും ചെയ്യും, പ്രാണി കുരുങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ പ്രാണികൾ കുരുങ്ങണ്, വണ്ടുകൾ ഇരിക്കുകയാണ് അവിടെ മന്ത്രിയായിട്ടും ഒക്കെ. അത് കുരുങ്ങുമ്പോഴേ ഈ സാമൂഹ്യ നീതി എന്നുള്ളത് നടപ്പാവും. ചേട്ടാ, വിശ്വസിക്കുന്നു സർക്കാരിൽ ഇതിൽ പങ്കുണ്ടെന്ന്? 100% പങ്കുണ്ട്. വലിയ ദൈവം എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇതിൽ പങ്കുണ്ട്. പക്ഷെ അവർ മൗനത്തിലാണ്. അല്ല, അവർക്ക് അതല്ലേ പറ്റൂ. അവർ ആ കേസ് ഈ പെട്ടെന്ന് കേന്ദ്രം ഏറ്റെടുത്താൽ ഇത് ഒരുപാട് തെളിവുകൾ നശിപ്പിക്കാതെ ഇത് ഒരുപാട് ഒരു അറസ്റ്റ് ആവേണ്ടതും. ഇതല്ലാത്ത സ്വർണ്ണങ്ങൾ എന്തൊക്കെ പോയിട്ടുണ്ട്, പിന്നെ വലിയ വിളക്കുകൾ എന്തെല്ലാം അവിടെ ശബരിമലയുടെ ഒരു അന്തരീക്ഷം കണ്ടില്ലേ? ആന്ധ്ര മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ കെട്ടോടെ കൊണ്ടിടുന്നതാണ്. ഇതൊരു അവരുടെ ഈ പാർട്ടിക്കാരുടെയും ഈ ഭരണക്കാരുടെയും ഒക്കെ ഉത്ഭവ കേന്ദ്രമാണ്, പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗം. അല്ല, ഭക്തി മാർഗം അല്ലല്ലോ. പിണറായിക്ക് ഭക്തി ഇരിക്കുന്നോ? കടകംപള്ളിക്ക് ഭക്തിയുണ്ടോ? വാസുവിന് ഭക്തിയുണ്ടോ? അവരെല്ലാം ദൃഢപ്രതിജ്ഞ എടുത്തവരല്ലേ. അവരവിടെ കിടന്ന് തള്ളുന്ന എന്തിന്? ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അവർ വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ കേന്ദ്രം ഇത് ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് അന്വേഷണം വന്നാൽ ഈ CPM അങ്ങനെയുള്ള ഈ കൊള്ളക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് സമ്പാദിച്ചതിനെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും. വീട് വെച്ചവരുണ്ട്, അത് കൊണ്ടു നടന്ന് ഉപയോഗിച്ചവരുണ്ട്, ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ വന്ന ആളുകളുണ്ട്. ഈ ചാരിറ്റികളുടെയൊക്കെ ഉറവിടം എന്തിരുന്നൊക്കെ അന്ന് അന്വേഷിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ തന്നെ വരണം. കേന്ദ്രത്തിൽ നിന്ന് ഒരു അന്വേഷണം വന്നാൽ ഒരു 2 മാസം കൊണ്ട് പിന്നെ ഭഗവാൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ് ശബരിമല അയ്യപ്പൻ. അത് ആ അയ്യപ്പൻ്റെ കനുവും കൂടി ആകുമ്പോൾ ഭഗവാനെ തൊട്ടവർക്കെല്ലാം പൊള്ളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.